ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രീ ഫയർ എന്ന ന്യൂ ആല CS റാങ്ക് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സീസണിലും മാക്സിമം ആൾക്കാർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ റാങ്ക് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ സീസണിൽ സ്റ്റാറൊക്കെ പുഷ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റാതെ പോകുന്നവരൊക്കെ മാക്സിമം ആൾക്കാരൊക്കെ. അപ്പൊ നമ്മൾ ഈ CS റാങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാതെ വിട്ടുപോകുന്ന ഏറ്റവും വലിയൊരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ടാർഗറ്റ് വെച്ചുകൊണ്ട് റാങ്ക് പുഷ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഇന്ന് നമുക്ക് ന്യൂ ആല സീസൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെ ഇന്ന് കുത്തിരുന്നുകൊണ്ട് നല്ല രീതിക്ക് സ്റ്റാറൊക്കെ പുഷ് ചെയ്യും. അപ്പം നാളെ ആകുമ്പോൾ കുറച്ചുകൂടി പുഷ് ചെയ്യും. അപ്പം മറ്റന്നാളൊക്കെ ആകുമ്പോൾ കുറച്ച് ആവട്ടോ. അപ്പോൾ സ്റ്റാർ പുഷ് ചെയ്യില്ല. അപ്പം ഇന്ന് നമ്മളൊരു 10 സ്റ്റാർ പുഷ് ചെയ്തെങ്കിൽ മറ്റന്നാളൊക്കെ ആകുമ്പോൾ അതൊരു 5 സ്റ്റാർ ആവും. അത് കഴിഞ്ഞ് നമുക്കത് 4 സ്റ്റാർ ആവും. പിന്നെ കളിക്കണം തന്നെ തോന്നൂല. ഓക്കെ, അപ്പം അങ്ങനെ പോകും. അപ്പം അവസാനം നമ്മൾ കൂട്ടുകാരല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററോ അതുപോലെ തന്നെ എലൈറ്റ് മാസ്റ്ററോ ഒക്കെ അടിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ തോന്നും. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ പുഷ് ചെയ്താലോ ഒക്കെ. അപ്പൊ അതും ഈ സീസണൊക്കെ ഇൻഡ് ആവുന്ന ടൈമിലൊക്കെ മാക്സിമം ആൾക്കാർ കുത്തിരുന്നുകൊണ്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ പിന്നെ ഒന്നും എത്താത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ഡെയിലി ടാർഗറ്റ് വെച്ചുകൊണ്ട് പുഷ് ചെയ്യണം. അപ്പൊ എന്താ ബ്രോ ഡെയിലി ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവർക്കാണ് മനസ്സിലാവും. നമ്മൾ 2-3 സീസണായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ BR-ലും അതുപോലെ തന്നെ CS-ലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നിശ്ചിതമായ റാങ്കീസ് കളക്ട് ചെയ്യുക. അപ്പൊ ഡെയിലി നമ്മൾ അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ CS-ലാണ് ഇത്ര സ്റ്റാർ എന്ന് നമ്മൾ കണക്ക് വെക്കുക. അപ്പോൾ ഡെയിലി നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര സ്റ്റാർ കളക്ട് ചെയ്തെങ്കിൽ നാളെ അത്ര സ്റ്റാർ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ BR-ലാണ് നമുക്ക് അതിന്റെ പോയിന്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണി നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ CS-ന്റെ ഡെയിലി ടാർഗറ്റിന്റെ വീഡിയോ ചെയ്ത ടൈമിൽ കുറെ ആൾക്കാർ വീഡിയോന്റെ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമാണ് ഇത്ര പെട്ടെന്ന് വീഡിയോ നിർത്താനാണ് എന്തിനാ ബ്രോ ഇങ്ങനെ ചെയ്തെന്നൊക്കെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഡെയിലി ടാർഗറ്റിന്റെ മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ തന്നെ കോംബോ ഒക്കെ ആയ വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓൾറെഡി ഡെയിലി ടാർഗറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി എത്ര സ്റ്റാർ കളക്ട് ചെയ്യണം മാത്രമാണ് ഈ വീഡിയോ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ ടിപ്സ് ആൻഡ് ട്രിക്സും ക്യാരക്ടർ കോംബോ ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ പറയേണ്ട ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗൈസ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പൊ നമ്മൾ ഫ്രീ ഫയർ കുറച്ച് മണിക്കൂർ മുമ്പ് നമുക്ക് ഇൻഡ് ആയിട്ടുള്ള CS റാങ്ക് സീസൺ 26 നല്ലൊരു സീസൺ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ നല്ല രീതിക്ക് പ്ലേയേഴ്സ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു സീസൺ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ കുറഞ്ഞത് നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 500 സംതിങ് ഓളോ. അപ്പൊ 500 കൂടുതൽ പ്ലസ് നമ്മൾ സ്റ്റാർ കളക്ട് ചെയ്യുന്ന ടൈമിലാണ് ഗ്രാൻഡ് മാസ്റ്റർ കുറഞ്ഞത് ഒരു ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ റീജിയൻ ലെവലൊന്നുമല്ല പറയുന്നത്, ജസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ കയറാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല. അപ്പൊ അതിന്റെ പ്രൂഫ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ സീസൺ ഇൻഡ് ആവുന്നതിന് മുമ്പാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 15 മണിക്കൂർ മുമ്പ്. അപ്പൊ ഏകദേശം ടൈം നോക്കുകയാണെങ്കിൽ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 30-ാം തീയതി. അതുപോലെ തന്നെ ടൈം നോക്കുകയാണെങ്കിൽ രാത്രി 10:30 മണിക്കാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ 1-ാം തീയതി അപ്പൊ സീസൺ സ്റ്റാർട്ട് ആവുന്ന 1-ാം തീയതി എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ടൈം കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് അപ്പൊ പിറ്റേ ദിവസം തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ടൈം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 15 അവർ മുമ്പേ ആണ്. ഓക്കെ, അപ്പൊ 10:30 മണിക്കൊക്കെയാണ്. അതിന് ആ ടൈമിൽ തന്നെ 509 സ്റ്റാർ എടുക്കുന്ന ടൈമിലാണ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ ജസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററിൽ കയറാൻ പറ്റുക. പക്ഷെ നമ്മൾ ഈ 509 സ്റ്റാർ നമുക്ക് ഡെയിലി ടാർഗറ്റ് ആയിട്ട് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. ഓക്കെ, അപ്പൊ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും 15 അവർ. ഓക്കെ, അപ്പൊ 15 അവർ ഇനിയും ബാക്കി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ മാക്സിമം നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ വേണ്ടി 525 സ്റ്റാർ ഒക്കെ നമുക്ക് കൂട്ടി നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ മേലെ ഒരിക്കലും പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഡെയിലി ടാർഗറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് 60 ദിവസമാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഡെയിലി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ അത്ര അഡ്വാൻറ്റേജ് ആട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കുറെ ദിവസം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഗ്രാൻഡ് മാസ്റ്ററിന് വേണ്ടി ഡെയിലി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഹീറോയിക് റാങ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ CS-ൽ ഫസ്റ്റ് തന്നെ ഹീറോയിക് റാങ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് ആയിട്ട് ഹീറോയിക് എന്നാണ് നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് പോകാൻ പോകുന്നു കേട്ടോ. അപ്പൊ അതിന്റെ താഴെ റാങ്കിൽ നിന്നല്ല പോകാൻ പോകുന്നു. അത് വെച്ചുകൊണ്ട് ഡെയിലി ടാർഗറ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ 9 സ്റ്റാർ അപ്പൊ ഹീറോയിക് അടിച്ച ശേഷം ഒരു 9 സ്റ്റാർ വെച്ചുകൊണ്ട് നമ്മൾ റാങ്ക് പുഷ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഡെയിലി 9 സ്റ്റാർ പുഷ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ 9 സ്റ്റാർ പുഷ് ചെയ്തെങ്കിൽ നാളെ നമ്മൾ 9 സ്റ്റാർ പുഷ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ ഡെയിലി അപ്പൊ ഇങ്ങനെ 60 ദിവസം നമ്മൾ പുഷ് ചെയ്യാൻ
ടൈമിൽ നമുക്ക് ടോട്ടൽ സ്റ്റാർ ആയിട്ട് കിട്ടാൻ പോകുന്ന 540 സ്റ്റാറാണ്. അപ്പം 540 സ്റ്റാർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സീസണിൽ എന്തായാലും ഈ സീസൺ ഇന്ത്യ ടൈമിൽ ഗ്രാൻഡ് മാസ്റ്റർ നമ്മൾ കൺഫേം ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ യാതൊരു ഡോട്ടും വേണ്ട, എന്തായാലും കയറാൻ പറ്റും. അപ്പോൾ ഡെയിലി 9 സ്റ്റാർ ഒന്നും ബ്രോ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ അപ്പോൾ ഡെയിലി നമുക്ക് ഒഴിവുള്ള ടൈമിൽ നമ്മൾ പറ്റുന്ന സ്റ്റാർ പുഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 5 സ്റ്റാർ വെച്ചുകൊണ്ട് പുഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സൺഡേ ഒക്കെ കിട്ടുന്ന ടൈമിൽ മാക്സിമം സ്റ്റാർ അപ്പോൾ നമ്മൾ എടുക്കാതെ വിട്ടുപോലെ സ്റ്റാറോടും കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫുള്ളി നമുക്ക് സെയിം ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെയിലി ടാർഗറ്റ് നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കുറെ ലേറ്റ് ആയിട്ട് കാണുന്നെങ്കിൽ അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടോ 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണുകയാണെങ്കിൽ കുറച്ച് സ്റ്റാർ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഡെയിലി ടാർഗറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് കണ്ട വീഡിയോ നാളെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 9 ടാർഗറ്റ് അല്ലേ 9 വെച്ചുകൊണ്ട് ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 18 സ്റ്റാർ നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സീസൺ സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് നേരെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് പ്ലേസിൽ ഇതൊന്നും സീൻ ഉണ്ടാവില്ല കേട്ടോ. 18 സ്റ്റാർ ഡെയിലി പുഷ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. അത് തന്നെ നിങ്ങൾ കുറച്ച് ദിവസമൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് 500 സ്റ്റാറിന്റെ അടുത്ത് വന്നാലും മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സീസണൊക്കെ ഇന്ത്യ ടൈമിൽ നമുക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ളതുപോലെ 200 300 ഒന്നും നമുക്ക് ലാസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർ പുഷ് ചെയ്യേണ്ട അവസ്ഥ വരാൻ പോകുന്നില്ല. അപ്പോൾ വളരെ കുറച്ച് സ്റ്റാർ മാത്രമാക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ വേണ്ടി വരാം. അത് നമ്മൾ ഇന്ത്യ ടൈമിൽ നമുക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ടൈമിൽ നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾ മന്ത് കണക്കിൽ ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മാസത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പോകുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ എത്ര സ്റ്റാർ അപ്പോൾ കറക്റ്റ് ആയൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാർ പുഷ് ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് മാറാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ എത്ര ദിവസമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ റാങ്ക് അടിസ്ഥാനത്തിൽ നോക്കുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പല ആൾക്കാർ ഈ വീഡിയോ മാസത്തിലൊക്കെ എത്തുന്ന ടൈമിൽ അപ്പോൾ ലേറ്റ് മാസത്തിലൊക്കെ എത്തുന്ന ടൈമിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവിടുന്ന് കൗണ്ട് ചെയ്താൽ മതി, അവിടുന്ന് ഡെയിലി ടാർഗറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ സീസണിൽ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല രീതിക്കുള്ള റിസൾട്ട് തന്നെ അപ്പോൾ ബെസ്റ്റ് ആളെ റിസൾട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ലേക്ക് ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് ആണെങ്കിൽ നല്ലേക്ക് കട്ടൊക്കെ പുഷ് ചെയ്യാൻ നോക്കും. മൈനസ് കിട്ടി വിചാരിച്ചുകൊണ്ട് തളരൊന്നും ചെയ്യണ്ട. അപ്പോൾ നല്ലേക്ക് പുഷ് ചെയ്യുക, നല്ല റിസൾട്ട് തന്നെ സംഭവിക്കും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CS ആവശ്യമായ ക്യാരക്ടർ കോംബോ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടും എല്ലാ ഡീറ്റെയിൽ ആയ വീഡിയോസ് നമ്മുടെ ചാനൽ ഉടൻ തന്നെ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് വീഡിയോ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തിട്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണാൻ മാക്സിമം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനലിൽ അടിപൊളി ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കിട്ടില്ല നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ.